Hope you guys doing well and staying safe. Welcome back to our channel or welcome to our channel. ഇപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്തൊക്കെയാണ് എന്ന് ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുറേ പേർക്കുള്ള സംശയമായിരിക്കും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, ടോണർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെ സെറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, സെറം ഒക്കെ എങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകാരെ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറേ സംശയം കാണുമായിരിക്കും. സോ അതൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് പറയാം കേട്ടോ. എന്തൊക്കെ പ്രോഡക്റ്റ്സ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് സ്യൂട്ടബിൾ ആവുന്നതെന്നും അങ്ങനെയുള്ള എല്ലാം ഞാൻ പറയാം. പിന്നെന്താ, നമ്മൾ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ രാവിലെ ചെയ്യേണ്ടതും രാത്രി ചെയ്യേണ്ടതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. രാവിലെ നമ്മൾ ചെയ്യുമ്പോൾ ഫേസ് വാഷ്, മോയ്സ്ചറൈസേഴ്സ് അങ്ങനെയുള്ള യൂസ് ചെയ്യുക. സൺസ്ക്രീനും അതിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ബേസിക് ആയിട്ടുള്ള ആയിട്ട് പറയുന്നത്. നൈറ്റിലാകുമ്പോൾ ഇതേ റൊട്ടീൻ തന്നെ കീപ്പ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മൾ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യണം. സോ ഫസ്റ്റ് വന്നിട്ട് ഫേസ് വാഷ് ആട്ടോ. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാം, പക്ഷെ നല്ല ബ്രാൻഡിൻ്റെ നോക്കി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫേസ് വാഷ്. നമ്മൾ രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും യൂസ് ചെയ്യണം. ഓക്കെ, രാത്രി മിക്കവരും യൂസ് ചെയ്യാൻ കുറച്ചൊക്കെ മടി കാണും. രാത്രിയിലായിരിക്കും മിക്കവർക്കും സ്കിൻ കെയർ ചെയ്യാൻ കുറച്ചുകൂടെ മടി, രാവിലെ പിന്നെയും ചെയ്യും. ഓക്കെ, ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡസ്റ്റ് ആണെങ്കിലും ഡൗട്ട് ആണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ പോകാനെ കൊണ്ടാണ് ഫേസ് വാഷ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് സ്കിൻ ടൈപ്പ് അനുസരിച്ച് തന്നെ മേടിച്ച് യൂസ് ആക്കാൻ ശ്രദ്ധിക്കുക. ഓരോ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ ഓയിലി സ്കിന്നിന് ഇപ്പം എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന ഫേസ് വാഷ് ചിലപ്പോൾ വേറൊരാൾക്ക് സ്യൂട്ടബിൾ ആവില്ല. അപ്പോൾ സോ അതനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് മേടിച്ച് യൂസ് ആക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഓരോ സ്കിൻ ടൈപ്പിനൊക്കെ കോംബോ ആയിട്ടുള്ള ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും അങ്ങനെയുള്ള ഞാൻ കൊടുക്കാം കേട്ടോ. നോർമൽ സ്കിന്നും ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും എല്ലാം കൂടെ പറ്റിയ പ്രോഡക്റ്റ്സ് ഞാൻ കൊടുത്തേക്കാം വീഡിയോയുടെ ലാസ്റ്റ്. ഓക്കെ, ഞാനാണ് ലോറിയൽ പാരീസിൻ്റെ ഫേസ് വാഷ് ആട്ടോ യൂസ് ചെയ്യുന്നത് 1 month കൊണ്ട്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഷോർട്സ് ആയിട്ട്. പിന്നെ എൻ്റെ ഫേസ് വാഷ് നല്ല ബ്രാൻഡ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ലോറിയൽ പാരീസിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 month ആയി. ഇതൊരു 2-3 months ഒക്കെ പോവും, കാരണം ഇത് കുഞ്ഞി എമൗണ്ട് വരും നമുക്ക് ഫേസിൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. വേറെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കുറച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ 1 month ആകുമ്പോഴത്തേക്കിന് തീരും. ഇത് രാവിലെയും രാത്രിയിലും ഞാൻ യൂസ് ആക്കുന്നുണ്ട്, എന്നിട്ട് ഇത്ര തീർന്നിട്ടുള്ളൂ. ഓക്കെ, നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 200 അടുപ്പിച്ചാട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ക്ലെൻസർ ഫോമിലുള്ള ഫേസ് വാഷാണ്. ഓക്കെ, അടുത്താണ് ടോണർ. ടോണർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സംശയം കാണുമല്ലേ. ടോണർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സാധാരണയായിട്ട് നമ്മുടെ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീനുമാണ് കേട്ടോ. ഇതൊരു 3 to 6 months അടുപ്പിച്ച് യൂസ് ആക്കി കഴിഞ്ഞതിന് ശേഷം ടോണർ ആണെങ്കിലും സെറം ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള pH ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. ടോണർ നമ്മൾ എടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ pH ഡിഫറൻസ് വരും. അത് ബാലൻസ് ചെയ്യാൻ നമുക്ക് ടോണർ കൊണ്ട് പറ്റും. ഓക്കെ, പിന്നെ ടോണർ എല്ലാ സ്കിൻ ടൈപ്പും യൂസ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ നിങ്ങൾ 3 to 6 months സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം ടോണേഴ്സ് ആണെങ്കിലൊക്കെ യൂസ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വന്നിട്ടാണ് മോയ്സ്ചറൈസേഴ്സ്. മോയ്സ്ചറൈസേഴ്സ് നമുക്ക് എന്തിനാ ഫേസിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ മോയ്സ്ചറൈസേഴ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നല്ലൊരു മതി പൊരിഞ്ഞളകത്തില്ല, അതേപോലെ ആവും. നല്ല പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പറയണ്ട, അവർക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു സംഭവമായിരിക്കണം മോയ്സ്ചറൈസേഴ്സ്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് നമുക്ക് നല്ല ബ്രാൻഡ്സിനെ തന്നെ നോക്കി മേടിക്കണം. ഇപ്പം ബേസിക് സ്കിൻ കെയർ റൊട്ടീൻസ് ഫോളോ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഇത് 2ാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഇനി റെഗുലറായിട്ട് സ്കിൻ കെയർ റൊട്ടീൻസ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് 3ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് നമ്മൾ ഏതൊക്കെ ബ്രാൻഡിൻ്റെ നല്ലതെന്ന് ചോദിച്ചാൽ മാമാർത്തിൻ്റെ ഈ ബീട്രൂട്ട് ഹൈഡ്രോഫോൾ മോയ്സ്ചറൈസേഴ്സ് അടിപൊളിയാണ് കേട്ടോ. രക്ഷയിൽ നമ്മുടെ ഫേസ് നല്ലൊരു 48 hours ഹൈഡ്രേറ്റ് ആക്കി വെക്കും, അത് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഈ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസേഴ്സ് ആണെങ്കിൽ ഒരു ഓയിലി സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ.
ഓക്കെ, പിന്നെ അടുത്ത വന്നിട്ടാണ് സെറംസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സെറംസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ ആക്നെ ഉണ്ടെങ്കിലും അല്ല ആക്നെ മാർക്സ് അല്ലെ ഏജിങ് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെറംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സെറംസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം സെറംസ് യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് വെറുതെ ഒരു ആഗ്രഹം മൂത്തൊന്നും സെറംസ് യൂസ് ചെയ്യല്ലോ കേട്ടോ. കാരണം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, ഇപ്പം ആക്നെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, വൈറ്റ് ഹെഡ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ സെറംസ് യൂസ് ചെയ്യാം. ഞാൻ ഇതുവരെ സെറംസ് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് സെറംസ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് കാരണം എൻ്റെ ഫേസ് നോർമൽ സ്കിൻ ടൈപ്പ്, അപ്പോൾ എനിക്കങ്ങനെ വലിയ ആക്നെ അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ സെറംസിലോട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്കാണ്, ആക്നെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് സെറംസ് യൂസ് ചെയ്യണം, എന്നാലേ ആക്നെ ഒന്ന് പോയിട്ട് ക്ലിയർ സ്കിൻ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വന്നിട്ടാണ് സൺസ്ക്രീൻ. നമ്മൾ SPF 50 ഉള്ള സൺസ്ക്രീൻ ഒരിക്കലും മിസ് ചെയ്യല്ല. കാരണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസിലാണേലും സ്കിന്നിലാണേലും ഒരേപോലെ യൂസ് ചെയ്യണം. നമ്മുടെ ഡ്രസ്സ് ഇട്ട് കവർ ചെയ്യാത്ത എല്ലാ ഭാഗവും നമ്മൾ സൺസ്ക്രീൻ വെച്ചിട്ട് കവർ ചെയ്യണം. ഓക്കെ, നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ദേഹം പൊള്ളാനും അതേപോലെ തന്നെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നല്ല വെയിലല്ലേ, നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണേലും ഇനി മഴ സമയത്താണേലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കുറേ പേർക്കുള്ള ഡൗട്ടാണ്, മഴയൊക്കെ അല്ലേ അപ്പോൾ സൺസ്ക്രീൻ്റെ ആവശ്യമുണ്ടോ? അതെ, മഴയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം നമ്മൾ വെയിലിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വന്നിട്ടാണ് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുള്ളത്. വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ല, പക്ഷേ വീട്ടിൽ ഇരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ ലാപ്ടോപ്പിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ മുമ്പിൽ ഇരിക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഫേസിലോട്ടൊക്കെ അടിക്കൂലേ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ മിസ് ചെയ്യാണ്ട് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. SPF 50 മേലെയുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ എക്കോളജിക്കൽ ഡെർമാക്കോയുടെ ഹൈലറോണിക് സൺസ്ക്രീൻ ആണെങ്കിൽ അടിപൊളിയാണ്, പെട്ടെന്ന് നമ്മുടെ ഫേസിലോട്ട് അബ്സോർബ് ആവുകയും ചെയ്യും. ജെൽ കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാ എന്നനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അതിനെ പറ്റിയിട്ടുള്ള ഷോർട്സും ഓരോ സ്കിൻ ടൈപ്പിൽ ഏതൊക്കെ സൺസ്ക്രീൻസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഷോർട്സ് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ ഷോർട്സിൽ. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഗേസ്, നിങ്ങൾക്ക് ബേസിക് സ്കിൻ കെയർ റൊട്ടീൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന്. നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻസ് കറക്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ സ്കിന്നൊന്നും കെയർ ചെയ്യാണ്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അബ്സല്യൂട്ട്ലി നമുക്ക് അടിപൊളിയായിട്ട് പണി കിട്ടും. സോ നമ്മൾ സ്കിൻ കെയർ ഫസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അത് സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മേക്കപ്പ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻസും മനസ്സിലായി കാണും. ഇതൊക്കെ ഏതൊക്കെ ടൈമിൽ എപ്പോഴൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ, നമുക്ക് വേറെ വീഡിയോ കാണാം.